ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 3/4 കിലോ കൂന്തലാണ്. 2 ചെറിയ കഷ്ണം കുടംപുളി, 2 സവാള അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 15ഓളം ചെറിയുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, വെളുത്തുള്ളി 4 അല്ലി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. കഴുകി വെച്ച കൂന്തലിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കഴുകി വെച്ച കുടംപുളിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി ചേർത്ത് കൂന്തൽ അടച്ചു വെച്ച് വേവിക്കാം. കുടംപുളി ചേർത്തത് കൂന്തൽ നന്നായി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞതിട്ട് നന്നായി വഴട്ടാം. അതൊന്ന് വഴണ്ടു വരുമ്പോൾ ഉള്ളി അരിഞ്ഞതും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും കൂടെ ഇളക്കി ചേർക്കാം. അവിടെ നമ്മുടെ കൂന്തൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അധികം വേവിക്കരുത് ഫ്രണ്ട്സ്, റബ്ബർ പോലെ ആവും. വെന്ത കൂന്തലിൽ നിന്ന് നമുക്ക് ആ കുടംപുളി എടുത്ത് കളയാം. ഇനി കൂന്തൽ വേവിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞ് കൂന്തൽ മാറ്റി വയ്ക്കാം. അവിടെ സവാളയൊക്കെ നല്ലപോലെ വഴണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ നമ്മുടെ സവാള മിക്സിയിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റോളം മസാലയെല്ലാം കൂന്തലിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കൂന്തൽ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യണം. അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഒരു വട്ടമെങ്കിലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.